എന്താ മനു? എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിന് നേരം ഈ തലാണം കെട്ടിപ്പിടിച്ച് കിടക്കുക. വാ എഴുന്നേക്ക്, കോഫി കൊണ്ട് വെച്ചിട്ടുണ്ട്. കോഫിയോ? എനിക്കോ? ആടോ, ഞാൻ ചായ കൂടി നിർത്തി. നിനക്ക് കോഫി അല്ലേ ഇഷ്ടം? എന്താ മനു പതിവില്ലാത്തൊരു സ്നേഹം? മരിക്കുന്നത് വരെ നമ്മുടെ ഭാര്യ മാത്രമേ കൂടെ കാണൂ എന്നുള്ളൊരു ഭർത്താവിന്റെ തിരിച്ചറിവായിട്ട് കണ്ടാൽ മതി. ശരി, ഞാൻ ഇറങ്ങാണ് കേട്ടോ. ഇതൊന്നും എന്നോട് പറഞ്ഞുള്ള ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നു മുതൽ അങ്ങനെയാ. പുതിയ ശീലങ്ങൾ, പുതിയ മനു. ശരി ശരി. ശ്രുതി എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റൂല. നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എടി, അന്നത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. എനിക്കിപ്പോൾ ഒരു ഭാര്യയൊക്കെ ഉണ്ട്. ഇനി ഈ പെണ്ണിനെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ? എന്തോന്നാടാ രാവിലെ കോഫിയൊക്കെ കൊണ്ടുപോയിട്ട് എന്തോന്നായി? ഓരോ മെനക്കേട്, അല്ലാതെ എന്ത് പറയാനാ? ഇത് നിന്റെ മുഖം വല്ലായിരിക്കുന്നത്. വല്ല പ്രശ്നമുണ്ടാടാ? ശ്രുതി വിളിച്ചായിരുന്നു. അവളിനി അന്ന് നിന്നെ കെട്ടാൻ പറ്റാത്തോണ്ട് ചെയ്ത പോലെ വീണ്ടും വല്ല കടുങ്ങി ചെയ്താടാ? ആർക്കറിയാം. എന്തായാലും ഒന്നും പോയി കണ്ടേക്കാം. അല്ലാണ്ട് അവള് വല്ലതും ഇങ്ങോട്ട് കയറി വന്ന് അത് പ്രിയ കണ്ട മൊത്തം പ്രശ്നമോ? ഓഹോ, മെനക്കേടായല്ലോ. കരുതി വെച്ചല്ലേ. വേണമെന്ന് വെച്ചിട്ടല്ല മോളെ, ഗതികേട് കൊണ്ടാ. നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് അവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. ഞാൻ നിന്റെ അരികെ തന്നെ വരും. ശരിക്കും? ശരിക്കും. പിന്നെ ഞാൻ കെട്ടിയതൊരു ഹൃദ്രോഗി പെണ്ണിനെയാണ്. അവളുടെ ഞാൻ ഇപ്പോൾ പോയി ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് വല്ലതും പറ്റിപ്പോയാൽ നമ്മളെല്ലാവരും കുടുങ്ങും. സത്യമായിട്ടും ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അധികം വൈകാതെ മോള് നിലവിളക്കം പിടിച്ച് എൻ്റെ അല്ല നമ്മുടെ വീടിൻ്റെ പടിയും കടന്ന് അകത്തേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും നിന്നോടാണ് താല്പര്യം. മോളുടെ കുടുംബമാണ് ഞങ്ങൾക്ക് ചേരുന്നത്. ശരി, ഒരു ചാൻസ് കൂടെ തരാം. പിന്നെ അന്ന് നീ എന്നെ തേച്ചില്ലേ? അപ്പൊ ഞാൻ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയല്ലോ. അതിന്റെ ഹോസ്പിറ്റൽ ബില്ല് നീ കൊടുക്കണം. ഇല്ലെങ്കിലേ അച്ഛൻ നിന്റെ പേരിൽ കേസ് കൊടുക്കും. അയ്യോ, അതും ഞാൻ കൊടുക്കണോ? അല്ല, നിനക്ക് എന്തിന്റെ കേടായിരുന്നു? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ചില്ലറ കാശാണോ നീ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത്? പിന്നെ നടത്തിയ അബോഷണോ? ഇതെങ്ങാനും അച്ഛൻ അറിയണം, നിന്നെ എന്നെയും നിന്റെ അമ്മയും കൊല്ലും. നമുക്ക് വഴി ഉണ്ടാക്കാം. എന്തോന്നായടാ? കംപ്ലീറ്റ് കുരുവായ അവസ്ഥയാണ്. ആ ശ്രുതിയില്ലേ, അവളന്ന് ഞാൻ തേച്ചപ്പോൾ കയ്യും മുറിച്ച് ആശുപത്രിയിലായി. അപ്പോൾ ചിലവായ കംപ്ലീറ്റ് മെഡിക്കൽ ബില്ലും ഞാൻ കൊടുക്കണമെന്നാണ് അവളുടെ അച്ഛൻ പറയുന്നത്. ഇല്ലെങ്കിൽ അയാൾ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കും. പിന്നെ അവളെ കെട്ടാന്ന് പറഞ്ഞ് അവൾക്ക് വാക്കും കൊടുത്ത് നിങ്ങളെ കല്യാണത്തിന് വീട് നന്നാക്കണം, കാറ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് നീ പെണ്ണിന്റെ സ്ഥാനത്ത് ശ്രുതിയെ തന്നെ അങ്ങ് മാറ്റിയില്ലേടാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ഗതികെട്ട അവസ്ഥയിൽ ചെയ്യേണ്ടി വന്നമ്മ. പൈസക്ക് ആവശ്യം വന്നു, ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തു. ഇനിയിപ്പം ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. പ്രിയയുടെ കുറച്ച് സ്വർണ്ണം ഒപ്പിക്കണം. നടന്നത് തന്നെ. അമ്മ. ആ മോളെ, സുഖാണോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിന്റെ കാര്യം. അവിടെ എന്തുണ്ട് വിശേഷം? അവരെ കിട്ടിയപ്പോ ഞങ്ങളെയൊക്കെ മറന്നോ? അച്ഛനെവിടെ അമ്മ? കൃതിയുടെ കല്യാണക്കാരി എന്തായി? അച്ഛൻ അതിന്റെ പുറകെയാ. അവളെ കൂടി നിന്നെ പോലെ നല്ലൊരു വീട്ടിലെത്തിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. അച്ഛനോട് പറയണം, ഉറപ്പിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണമെന്ന്. എടി, നീ വേറെ വീട്ടിൽ പോയിന്ന് വെച്ച് അവളുടെ ചേച്ചിയുടെ സ്ഥാനം എവിടെ പോയിട്ടില്ല. നമ്മുടെ അപ്പുറത്തെ ലതികയുടെ മകൾ ഇങ്ങ് വന്നതല്ലേ. അവിടെ സ്ത്രീധന പ്രശ്നമാണെന്നാ പറഞ്ഞേ. അവിടെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തന്നെ. ഇല്ലമ്മ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് സുഖ. ശരി അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ഗതികെട്ട അവസ്ഥയിൽ ചെയ്യേണ്ടി വന്നമ്മ. ഇനിയിപ്പം ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. പ്രിയയുടെ കുറച്ച് സ്വർണ്ണം ഒപ്പിക്കണം.
എന്താ മനു? പ്രിയോടെ ഉണ്ടായിരുന്നോ? ഞാൻ വിളിച്ച് എന്താ ഫോൺ എടുക്കാത്ത നീ? ഞാൻ കോള് കണ്ടില്ലായിരുന്നു, മുകളിലായിരുന്നു. എന്ത് പറ്റി? അല്ല, എൻ്റെ ഓഫീസിന്റെ ലോക്കറിന്റെ കീ കാണുന്നില്ല. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. കീ അവിടെ ഒന്നും ഇല്ല. എന്റെ സാധനങ്ങൾക്കിടയിലാണോ കീ ഇരിക്കുന്നത്? അല്ല, ഉണ്ടാവാലോ. ഓ, ഇനിയിപ്പോ ചിലപ്പോ ഞാൻ പാന്റിന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിലോ? ഞാൻ അവിടെ പോയി നോക്കട്ടെ. അതായിരിക്കും നല്ലത്. എനിക്ക് ഫ്രണ്ടടുത്ത് എന്ത് പറയും? അല്ലെങ്കിൽ വേണ്ട. പിന്നെ അന്ന് നീ എന്നെ തേച്ചില്ലേ? അപ്പം ഞാൻ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയല്ലോ. അതിൻ്റെ ഹോസ്പിറ്റൽ ബില്ല് നീ കൊടുക്കണം. ഇല്ലെങ്കിലേ അച്ഛൻ നിന്റെ പേരിൽ കേസ് കൊടുക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ചില്ലറ കാശാണോ നീ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത്? പിന്നെ നടത്തിയ അബോഷണോ? ഇതെങ്ങാനും അച്ഛൻ അറിയണം. നിന്നെ എന്നെയും നിന്റെ അമ്മയും കൊല്ലും. പ്രിയ, നിനക്ക് എന്താ ഇത്? നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഐറ്റോ? എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനുവിനെങ്ങനെ അറിയാം? ആ, നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഞാൻ പോയി മേടിച്ച. നിന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ട്. ഓ, അങ്ങനെ. താങ്ക്സ്. മനു ഇരിക്ക്. പ്രിയ, ഒരു കാര്യം പറയാം. എന്താ? എനിക്കൊരു ചെറിയ ആഗ്രഹം. നമുക്കൊരു മോനോ മോളോ വേണം. അവര് നിന്നെ പോലെ സുന്ദരിയായിരിക്കണം. പക്ഷെ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം മതി. പിന്നെ വേറൊരു കാര്യം, ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനിയത്തി ആശുപത്രിയിലാണ്. അവന് കുറച്ച് ക്യാഷ് കൊടുത്ത് സഹായിക്കണം. നിന്റെ അച്ഛൻ തന്ന പണമോ സ്വർണ്ണമോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തന്ന് ഹെൽപ്പ് ചെയ്യാമോ? പിന്നെന്താ മനു, ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ, സഹായിക്കാം. ഒരു കാര്യം ചെയ്യ്, നാളെ ഞാനും കൂടെ വരാം. അതല്ല, അവരുടെ ഒരു വലിയ ഫാമിലിയാണ്. അപ്പം നമ്മളിങ്ങനെ പോയി ഒരുമിച്ച് ക്യാഷൊക്കെ കൊടുത്താൽ അത് അവർക്ക് കുറച്ചിലായിരിക്കും. അതുകൊണ്ടാണ്. ശരി, ഞാൻ വരുന്നില്ല. ആ പിന്നെ മനുവിനോടൊരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? ബിസിനസ്സോ? നമ്മളോ? തനിച്ചോ? അല്ലല്ല, എൻ്റെ ഒരു കൂട്ടുകാരി റെഡിയാണ് പാർട്ണർഷിപ്പിന്. ഈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ നല്ല ക്യാഷുള്ള വീട്ടിലെയാ? പിന്നെ അവളച്ഛന് ഒരുപാട് ബിസിനസ് ഉള്ളതാ. നാളെ ഇറങ്ങുന്നതിന് മുമ്പേ അവളെ ഒന്ന് കണ്ടിട്ട് പോണേ. പിന്നെ തീർച്ചയായും നാളെ എന്തായാലും കാണാം. എടാ, ഇതാണ് പറയുന്നത്, ദൈവം ഒരു വാതിലടയ്ക്കുമ്പോൾ 1000 വാതിൽ തുറന്നു തരും. പ്രിയ അവളുടെ സ്വന്തം പൈസ തന്നില്ലെങ്കിൽ എന്ത്, അവളുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കുറച്ച് ക്യാഷ് അടിക്കാം. മനു, ഇങ്ങ് വന്നേ, ദാ ആളെത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പൊളിക്കും. വാ, കയറി വാ. ഇതാ എൻ്റെ ഫ്രണ്ട് ശ്രുതി.